ഞാനാണെങ്കിൽ കുളിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കാമെന്ന്. എന്താണെന്ന് വെച്ചാൽ ഞാൻ കുളിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പിന്നെ കുളിച്ച് കഴിഞ്ഞ് ചെറിയ കെട്ടടി വിമ്മയും എല്ലാം കൂടെ ചേർത്ത് സംസാരിക്കുന്നതും എല്ലാം കൂടെ ചേർത്ത് ഒരു ചെറിയ വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഞാനിപ്പം ഇന്ന് സ്കൂളിൽ പോയില്ല, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ കാല് മുറിഞ്ഞു. നിങ്ങളുണ്ട് വിചാരിക്കും ഇത്ര ചെറിയ മുറിവാണ് അതുകൊണ്ടാണോ കളി പോവാത്തതെന്ന് നിങ്ങൾ വിചാരിക്കും. ഇത് ചെറിയ മുറിവാണ് കേട്ടോ, വളരെ ചെറിയ മുറിവാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റും കണ്ടോ, വളരെ ചെറിയ മുറിവാണ്. ഞാൻ കളിയാക്കുമല്ല, ചെറിയ മുറിവാണ്, സത്യത്തിൽ ചെറിയ മുറിവാണ്. പക്ഷേ ഇത് ഉണങ്ങിയായിരുന്നു. അപ്പം ഞാനാണെങ്കിൽ പൊത്തിന് പോയി തട്ടി വീണപ്പോൾ ഒരു ഭാഗം തന്നെ തട്ടി വീണ, അതിൻ്റെ അകത്ത് തന്നെ തട്ടി വീണപ്പം അവിടെ തന്നെ പഴുത്ത് വന്നു. അതുകൊണ്ട് എനിക്കിന്ന് ഉണ്ടാക്കാൻ മടക്കാൻ പോലും വയ്യാത്തതുകൊണ്ട് ഞാൻ ഇന്ന് സ്കൂളിൽ പോയില്ല ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ പോയത്. ചെറിയ മുറിവൊക്കെയാൽ തന്നെ ഞാൻ നിങ്ങളെ കളിയാക്കാൻ പറഞ്ഞല്ലോ. നിങ്ങൾ സൂം ചെയ്ത് കാണിച്ചിട്ട് ഇതാണോ ചെറിയ മുറിവ് ചോദിക്കുന്നതല്ല. അതാണെങ്കിൽ ചെറിയ മുറിവ് തന്നെയായിരുന്നു. പക്ഷേ ഇത് പഴുത്തുകൊണ്ടാണ് ഞാൻ ഇന്ന് സ്കൂളിൽ പോകാത്തത്. മടക്കാനൊന്നും എനിക്ക് വയ്യാത്തതുകൊണ്ട്. അപ്പം ഞാൻ കുളിച്ചിട്ട് വന്നിട്ട് ബാക്കി വിശേഷം. ഫ്രണ്ട്സ്, നമ്മൾ കുളിച്ച് കഴിഞ്ഞ് തല നന്നായിട്ട് തോർത്ത് കുളിച്ച് കഴിഞ്ഞ് തല തോർത്തണം. തല തോർത്തി കഴിഞ്ഞാൽ നമുക്ക് മുടി കെട്ടി വെക്കാം. നനഞ്ഞ മുടിയൊക്കെ കെട്ടി വെക്കും, തോർത്ത് വെച്ച് കെട്ടി വെക്കും. അപ്പം അത് പെട്ടെന്ന് ഉണങ്ങും. അങ്ങനെ കെട്ടി വെക്കുവാണ് കെട്ടി വെച്ച് കഴിഞ്ഞില്ല. ഇതൊന്ന് കെട്ടാൻ പറ്റാത്ത ഇന്ന് വീഡിയോ എടുക്കുന്നുണ്ട്, കെട്ടാൻ പറ്റത്തില്ല. ബാൻഡേജ് ഒട്ടിക്കുമ്പോൾ നീറ്റിലാട്ട് കുളിക്കുമ്പോൾ ഭയങ്കര നീറ്റിലാണ്. നിങ്ങൾ വന്നറിയണം, ഞാൻ നീറ്റിലാണത്. ഓക്കെ, നമ്മളപ്പം എല്ലാം എനിക്ക് ചെവിയുടെ അവിടെ നിന്ന് മാറ്റി നമുക്ക് ബാൻഡേജ് ഒട്ടിച്ച് കൊടുക്കാം. ഒരു കവറിൽ നിന്ന് ഞാൻ എടുത്തിട്ടുണ്ട് ബാൻഡേജ് ഒട്ടിക്ക്. പോയി ഫ്രണ്ട്സ്, നമ്മൾ ബാൻഡേജ് ഒട്ടിച്ചിട്ടുണ്ട്. തോർത്ത് വിരിച്ചിടണം. അപ്പം ഞാൻ തോർത്ത് ഇങ്ങനെ വിരിച്ചിട്ടു. എനിക്ക് നേരെ വിരിച്ചിടാനൊന്നും ഇങ്ങനെ നേരെ ഒന്നും വിരിച്ചിടാൻ പറ്റാം. ഇങ്ങനെ ഞാനങ്ങ് ആക്കും, അപ്പം അതങ്ങ് വിരിയും. അങ്ങ് ഇങ്ങനെ ഭയങ്കര ശബ്ദമാണ്. ഞാൻ വേണമെങ്കിൽ ഇച്ചിരി സെൻറ്റൻസ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ച് തരാം. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പറയുന്നത് നിങ്ങൾ കേൾക്കുന്നുണ്ട്, ഞാൻ കേൾപ്പിച്ച് തരാം. കേട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടെ മൊത്തവും തുണിയൊക്കെയാണ്. ഇപ്പോഴാണ് ഞാൻ കണ്ടത് എൻ്റെ ബുക്ക് അങ്ങോട്ട് എടുത്ത് വയ്ക്കാം ഗൈസ്. എൻ്റെ കണ്ണ് ഇവിടെയുമാണ്, ഒരു കണ്ണ് ഇവിടെയും. അതാണ് ഞാൻ ഈ കണ്ണ് നിങ്ങളെ കാണിക്കാത്തത്. നിങ്ങളെയാണ് നോക്കുന്നത്, അവസാനത്തെ പിടിവലിയിൽ നമ്മൾ എടുത്തു. ലൈറ്റൊന്നും ഇട്ടിട്ടില്ല. ഈ ലൈറ്റ് വേണോ അതോ ഈ ലൈറ്റ് വേണോ? ഈ ലൈറ്റ് മതിയല്ലേ ഫ്രണ്ട്സ്. നമ്മൾക്ക് എന്തെങ്കിലും വേണം. നമ്മളിപ്പം വേണം. ആദ്യം തന്നെ സൂപ്പർ ജെല്ലാണ് കേട്ടോ. ആദ്യം ഞാനാണെങ്കിൽ സൂപ്പർ ലൈറ്റ് ജെൽ ആണ് ഞാൻ ആദ്യം തന്നെ ഇടുന്നത്. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നല്ല തണുപ്പാണ് കേട്ടോ. അമ്മ അവിടെ നിൽപ്പുണ്ട് ഗൈസ്, നോക്കണ്ടേ. ഓക്കെ, നമ്മൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കുത്തു ആയിട്ട് ഇട്ട് കൊടുക്കുക. എനിക്ക് തീരാറായിട്ടുണ്ട്. ഇച്ചിരിയല്ല കുറച്ചുണ്ട്, തീരാറായി. അത് വാങ്ങിക്കാം. അപ്പോൾ അതുപോലെ ഇടും നമ്മൾ നന്നായിട്ട് സ്പ്രെഡ് ഒക്കെ ഉണ്ട്. പിന്നെ
ഇതാണ് ഫെയറോ ലവ്ലി വെരി ലവ്ലിയാണ്. ഇത് നമ്മളിങ്ങനെ ഞെക്കി പിടിക്കുമ്പോൾ കാണാൻ ഇതിൻ്റെ തുള്ളി ഇങ്ങോട്ട് വരുന്നത്. ഹായ്, എന്ത് രസമാണെന്നറിയാത്. നമ്മളിങ്ങനെ ഞെക്കുമ്പോൾ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ വരത്തില്ല, ലോലിപ്പോപ്പ് പോലെ ഇങ്ങനെ ഇറങ്ങി അതുപോലെ ഷേപ്പിനത് ഇങ്ങനെ ഷേപ്പിന് തന്നെ ഇങ്ങനെ വന്നോളും. നോ പ്രോബ്ലം. എടുക്കുന്നുണ്ട് ക്രീം ഇങ്ങനെ നമ്മളെപ്പോഴും ഇങ്ങനെ കുത്തുകുത്തായിട്ടായിട്ട് അതൊന്ന് അത് നമുക്ക് മോർണിംഗ് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യാൻ ഈസി ആവും. കണ്ടോ, ഓരോ ഭാഗത്തും നമുക്ക് കുത്തുകുത്തായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ എല്ലായിടത്തും ബ്ലെൻഡ് ആവും. അത് ഞാൻ ഇട്ട് കൊടുക്കുന്നത് എൻ്റെ സൺസ്ക്രീമാണ്, ലാക്മിയുടെ സൺസ്ക്രീമാണ് ഇട്ട് കൊടുക്കുന്നത്. ഞെക്കട്ടെ, ഞെക്കിയാലും വരും ഞെക്കിലെങ്കിലും വരും. പാട്ടൊക്കെ പാടുവാണ്. ഞെക്കിയും അല്ലാതെയൊക്കെ നമുക്ക് കിട്ടിയപ്പോൾ നമുക്കതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. അയ്യോ, ഞെക്കിയും പാട്ടുപാടിയും അല്ലാതെയൊക്കെ കിട്ടിയിട്ടുണ്ട് നമുക്ക്. എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് പിടിച്ചാ ഞെക്കിയാലും വരത്തില്ല. അങ്ങനെ കുഴപ്പമുണ്ട്. അത് നമ്മൾ കൂട്ടായിട്ട് ഇട്ട് കൊടുത്തു. നമ്മളിടുന്ന പൗഡറാണ്. പൗഡർ ഒന്ന് കുടയും എന്നിട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇവിടെ അങ്ങോട്ട് കണ്ടത് ഞാൻ അങ്ങോട്ടാണ് പോകുന്നത്. ഓക്കെ, അതും കൂടി ഇട്ട് കൊടുത്തു. ഇനി നമുക്കിടുന്നത് പൊട്ടാണ്. പൊട്ടും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മളിടുന്നത് ലിപ്സ്റ്റിക്കാണ്. ഡാർക്ക് ലെയറിൻ്റെ ലിപ്സ്റ്റിക്കാണ്. അതിങ്ങനെ ഭയങ്കര ഡാർക്ക് ഷെയ്ഡായിട്ട് ഞാൻ 2 കുത്തിടും. എന്നിട്ട് ഇങ്ങനെ അത് എത്ര ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കിയാലും അത് ഡാർക്കായിട്ട് എത്തുള്ളൂ. പിന്നെ ഡാർക്കായിട്ട് ഇട്ട് കൊടുത്താലോ, അതുകൊണ്ടാണ് ഞാൻ 2 കുത്തിട്ട് കൊടുത്തത്. എൻ്റെ ഫൈനലൊക്കെ ഇതാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ തോർത്തുപോയി. ഇത് ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ ഇടുന്നത് അങ്ങനെ ഇടും. നമ്മൾ മുടിച്ചീപ്പം ചീപ്പ് നോക്കുവാണ്. ഈ കണ്ണാടി ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇതായതുകൊണ്ട് തന്നെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് എൻ്റെ ബാക്കിലാണ് വെച്ചേക്കുന്നത്. നമുക്ക് തിരഞ്ഞെടുക്കണമല്ലോ. നിങ്ങൾ കണ്ടില്ലേ ഒരാളിവിടെ ഇങ്ങനെ ഒളിച്ചു നോക്കുന്നത്? കണ്ടോ നമുക്ക് ചീപ്പിനെ കണ്ടു. പിന്നെ മുടിച്ചാണ് ടാസ്ക്. പിന്നെ എങ്ങനെ ചിപ്പിയാലും ഒതുങ്ങാത്ത മുടിയാണല്ലോ. നമ്മളിപ്പോൾ ഒതുങ്ങൊക്കെ ചെയ്യുന്ന ചിപ്പി ഭയങ്കര ജടയാണ്. ഞാനൊന്ന് ജട കളഞ്ഞിട്ട് വരാം. അപ്പോൾ ഗൈസ് ഫൈനലി നമ്മൾ ജടയെല്ലാം കളഞ്ഞു. കണ്ടോ, ജട കളഞ്ഞാലും കണ്ടോ ഇങ്ങനെ തന്നെ ജട വന്നുകൊണ്ടിരിക്കും. അറിഞ്ഞൂടാ ഇതെന്തിനാ ഇങ്ങനെ ജടയൊക്കെ എന്തിനാ എഴുതുന്നത്. ഇത് തുമ്പിലാണ് വരുന്നത്, ഏറ്റവും തുമ്പിൽ അടിയിൽ വരും. ഇവിടെ വരെ ഒരു കുഴപ്പമാണ്. അടിയിൽ വരുമ്പോൾ കണ്ടോ, ഇവിടെ വരെ ഇതാണ് പ്രശ്നം. കണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ തിരിഞ്ഞ് നിൽക്കുകയാണ്. കാണാവോ എൻ്റെ മുടിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്തായാലും പറഞ്ഞേ ഉള്ളൂ. പറഞ്ഞതാണ് നിങ്ങൾ കേട്ടേ അതോ കണ്ടോ അറിഞ്ഞൂടാ. എന്തായാലും ഞാൻ കാണിച്ചിട്ടുണ്ട്. ഇവിടെ വീഡിയോയിൽ വന്നിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ ഉള്ളൂ. തന്നെയല്ലേ നോക്കിയതാണ് കേട്ടോ. മുടി അവസാനം എങ്ങനെയെങ്കിലും ജടയൊക്കെ കളഞ്ഞ് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. അപ്പം ഇതാണ് കേട്ടോ ഫൈനലും. പിന്നെ നമ്മൾ കണ്ണാടി തിരിച്ച് വെക്കണ്ടേ. പിന്നെ നിങ്ങളെല്ലാവരും നമ്മൾ ഇങ്ങനെ ഇപ്പം നമ്മളിങ്ങനെ കൈ വെക്കുവാണേ. ഇങ്ങനെ അടിക്കുമ്പോഴത്തേക്കും കണ്ടോ ഈ ഒരു ഭാഗം കണ്ടോ, അങ്ങനെയൊക്കെ ജാം കൈ വേദന എടുക്കാനൊരു സാധ്യതയുണ്ട്. സാധ്യതയൊന്നും പറ്റത്തില്ല, പറഞ്ഞു ചുമ്മാ പറഞ്ഞു തന്നെയാണ്. നമുക്ക് മാല എടുത്തിടണം. ഇന്നലെ ഉത്സവത്തിന് പോയിട്ട് മാല മാത്രമേ നമ്മൾ ഊരി വെച്ചിട്ടുള്ളൂ. ആ മാലയും കൂടെ എടുത്തിടാം.
ലൈറ്റിങ്ങനെ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മാല പോയിടാം. ചേച്ചി ഇവിടെ കിടക്കുന്നുണ്ട്. ആദ്യം പോയി മാല നോക്കാം. നമുക്ക് ഇപ്പം മാലയാണ് വേണ്ടത്. മാല കിട്ടിപ്പോയി. മാല ഇടണം. അമ്മച്ചി ഇപ്പൊ പോയാല് മാലയിട്ട് വെക്കാം. ഞാൻ ചെയ്യും ബാക്കിൽ കൂടെ ഇടാണ്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഫ്രണ്ടിൽ കൂടെ ഇട്ടിട്ടാണ് ഞാൻ എപ്പോഴും ചെയ്യുന്നത്. എനിക്ക് സ്വന്തമായിട്ട് ഇടാനാണ് ഇഷ്ടം. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ഇങ്ങനെ ഇടും. അങ്ങനെ ഇടുന്ന ഗൈസ് കൊണ്ട് ഓക്കെ. മാലയും കൂടെ ഇട്ടോ. ഞാൻ എൻ്റെ ലുക്ക് കഴിഞ്ഞു ഗൈസ്. നമുക്ക് അമ്മയെ കൊണ്ട് കാണിക്കാം. ഇതിനപ്പം വെള്ളം കുടിക്കുകയാണ് തണുക്കുന്നത്. അമ്മയുടെ റിയാക്ഷൻ നമുക്കുണ്ടായിരുന്ന നമുക്കിത് വെക്കാം. ഇങ്ങോട്ടടുത്ത് ഇങ്ങനെ കളഞ്ഞ് അമ്മ അയ്യോ. നമുക്കപ്പം ഹാളിൽ പോയിട്ട് നമുക്ക് ടി വി ഇട്ടു, റിമോട്ട് എടുത്തു, പോവാം. ഇവിടെ തൂങ്ങിക്കിടക്കുന്ന ഒരാളെ നിങ്ങൾ കണ്ടോ? പിന്നെ ഇതാണ് എൻ്റെ വീട് ഗൈസ്, എൻ്റെ സ്വന്തം വീട്. ഇതിനകത്ത് നമുക്ക് കത്തിച്ച് വെക്കാനായിട്ട് ലാമ്പ് വേണം. ഇതിനകത്ത് അല്ലെങ്കിൽ ലൈറ്റൊന്നും കിട്ടൂല. അതുകൊണ്ട് നമുക്ക് ലാമ്പിന് ഇപ്പം ഇതാണ് എടുക്കുന്നത്. ഇത് മീനുവിന് ട്യൂഷന് കിട്ടിയ ഗിഫ്റ്റാണ് കേട്ടോ ഗൈസ്. അത് കത്തിക്കാം. എന്നിട്ട് അതിൻ്റെ അകത്ത് കൊണ്ടുവച്ചാൽ ലൈറ്റ് കിട്ടും ഗൈസ്. അതിൻ്റെ അകത്ത് കൊണ്ടുവെക്കാം. അത് ഗൈസ് ടി വി ഉണ്ട്. ആ സൗണ്ട് കുറയ്ക്കാം ഗൈസ്. ഓക്കെ. എന്നിട്ടിപ്പം ഈ ചാനൽ തന്നെ കിടക്കാം. നമുക്ക് ടെൻറ്റിലായിട്ട് പോവാം. മീന് കണ്ടാൽ എന്നെ വഴക്ക് പറയാൻ കഴിയും. അതുകൊണ്ട് മീനും ഇപ്പം കാണാതാണ് ചേട്ടാ ഞാനിതെടുക്കുന്നത്. ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ അകത്ത് കൊണ്ടുവച്ചാലുള്ള ഇത് കണ്ടോ. ഇതിൻ്റെ അകത്ത് മൊത്തം ഇരുട്ടാണ് കേട്ടോ. അപ്പം ഇത് കൊണ്ടുവച്ചാൽ ഇച്ചിരി ലൈറ്റ്സൊക്കെ കിട്ടുമല്ലോ എന്നും പറഞ്ഞിട്ടാണ് ഞാനിപ്പം ഇങ്ങനെ കൊണ്ടുവെക്കാനായിട്ട് തുടങ്ങുന്നത്. ഇതിങ്ങനെ നടുക്ക് ഇങ്ങനെ വെക്കാം. ഇതില്ലാത്തൊരു ലുക്ക് ഞാൻ കാണിച്ചു. ഇതിപ്പോൾ ഉള്ള ലുക്കാണ്. ഇതില്ലാത്ത ലുക്ക് ഞാൻ കാണിച്ചു. ഇങ്ങനെ ആയിരിക്കും. ഇതുള്ളപ്പം നമുക്ക് ഇച്ചിരി ലൈറ്റൊക്കെ കിട്ടും. നല്ല രസമാണ് ഇതിൻ്റെ അകത്തൊക്കെ. ക്ലോക്കൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഓൺലൈനിൽ നല്ല ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. നല്ലതാണ്. റേറ്റ് വെറും 100 സംതിങ് ആണ്. എനിക്കറിഞ്ഞൂടാ. 100 എത്ര അത് വെറും 100 എത്ര. പിന്നെ ഞാൻ കാണിച്ചിട്ട് വീണ്ടും അത് വന്നപ്പോഴൊന്നും ഇങ്ങനെ അല്ലായിരുന്നു. ഇത് ചേച്ചി ഇതിനെ മണ്ടേ കൂടെ കയറിയിരുന്നു. അപ്പോൾ അച്ഛൻ ടേപ്പ് ഒട്ടിച്ച് വെച്ചപ്പോൾ അതിങ്ങനെ ഇരിക്കും. അതിൻ്റെ ഇടയ്ക്ക് മീനും കൂടെ അങ്ങനെ അങ്ങ് ചെയ്തു. പിന്നെ ഇത് എത്ര ടേപ്പ് ഒട്ടിച്ച് ഇതിൻ്റെ മണ്ടേ കൂടെ ഒട്ടിച്ച് വെച്ചിട്ട് പോലും നിൽക്കുന്നില്ല ഗൈസ്. ഇങ്ങനെ പോവും. അതുകൊണ്ട് എനിക്കത് മാത്രമേ ഉള്ളൂ ടെൻറ്റിനേക്കൊന്ന്. നമുക്ക് ഈ പായൊക്കെ ഒന്ന് നേരെ വിരിക്കാം. നിങ്ങൾക്ക് ഇതൊരു ചരിഞ്ഞ് കിടക്കുന്ന ലുക്ക് അകത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒറിജിനലി കണ്ട ഒരു ചരിഞ്ഞ് കിടക്കുന്ന ലുക്ക് കണ്ടോ. നമുക്ക് എന്നിട്ട് ഇത് ഇങ്ങോട്ട് പിടിച്ചിടുമ്പോൾ ആ ലുക്കൊക്കെ ഇങ്ങോട്ട് മാറും. കണ്ടോ. ഈ ഒരു തറയിൽ എനിക്കിരിക്കുന്ന ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ ഇതൊട്ടത്. നിങ്ങൾ വിചാരിക്കാൻ നിങ്ങൾ ടി വി അവിടെ തന്നെ ചുമ്മാ ഇരുന്ന് അലച്ചുകൊണ്ടിരിക്കുന്ന ടി വി ഒന്നും കാണണ്ട. ടി വി ഓഫ് ചെയ്തിട്ട് വരാം. ഓക്കെ. ഞാൻ ടി വി ഓഫ് ചെയ്തിട്ട് വരാം. നിങ്ങൾ എൻ്റെ ടെൻ്റൊക്കെ കണ്ടിച്ച് നേരം ഇവിടെ ഇരിക്കുക കേട്ടോ. ഞാനിപ്പോൾ വരാമേ. കണ്ട് മതിയായല്ലോ കണ്ടിട്ട്. ഞാൻ വന്നു ടി വി നിർത്തിയില്ല. എന്തിനാണ് ടി വി പോയത്? ടി വിയുടെ റിമോട്ട് എടുത്തോണ്ട് പോയി. എന്താ വട്ടാണോ എനിക്കെന്താ വട്ടായോ? എനിക്കെന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് അറിയത്തില്ല. ഞാൻ ഒന്നും കൂടെ എല്ലാം ഒന്ന് ചെയ്തിട്ട് വരാം ഗൈസ്. അപ്പോൾ എല്ലാം ഇപ്പോൾ വന്നു. നല്ല രസമാണല്ലോ ഇരിക്കാനായിട്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ അകത്തിരിക്കാൻ. ലൈറ്റൊക്കെ വെച്ച്. ലൈറ്റ് ഇല്ലെങ്കിൽ ഒരു ഇതാണ് ഗൈസ്. അപ്പം എൻ്റെ ലൈറ്റുണ്ട്. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടൊരു പ്രൊഡക്റ്റും കൂടാണ്. ഉണ്ടോ. നല്ല രസവുമാണത്.
സ്കൂളിൽ കിട്ടിയതല്ല, മീനുവിൻ്റെ ട്യൂഷനിൽ നിന്ന് കിട്ടിയതാണ്. ട്യൂഷനിൽ നിന്ന് കിട്ടുന്നതാണ്, നമുക്കൊന്നുമില്ല. ഓക്കെ, ഞാൻ ട്യൂഷന് പോകുന്നില്ല, അതുകൊണ്ട് എനിക്കൊന്നുമില്ല. മീനിന് കിട്ടിയത് എനിക്ക് ഭയങ്കരമായിട്ട് ഇത് ഇഷ്ടപ്പെട്ടു, നല്ല രസവുമാണ്. ഇതിപ്പോൾ ഇങ്ങനെ ലാമ്പായിട്ട് നമുക്കിപ്പോൾ ഈ ടെൻറ്റ് ക്യാരി ചെയ്യാമല്ലോ. ഈ ടെൻറ്റ് ക്യാരി ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ഇവിടെ അടുത്ത് നമ്മൾ കാട്ടിലാടും വെക്കും. കാട്ടിലാടും വെച്ച് കഴിയുമ്പം ഇത് ഭയങ്കര ഇരുട്ടാവുമ്പോൾ നമുക്കിത് ഓണാക്കിയിട്ട് ഞാൻ വെച്ചാൽ നമുക്ക് ഈ ടെൻറ്റിൽ സുഖമായിട്ട് താമസിക്കാം. ഞാൻ ഈ ഒരു ടെൻറ്റിൽ ഒരു ക്ലോക്കും കൂടെ വെച്ചിട്ടുണ്ട് സമയം നോക്കാൻ വേണ്ടി. ഇതൊരു അലാമാണ്, ടൈം പീസ് എന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട്. ടൈം പീസ് എന്ന അലാറം, അല്ലാത്ത ഫോണിൽ വെക്കുന്ന അലാറം അല്ലല്ലോ, ചെറിയ അലാറം. ഇതിൻ്റെ ഒരു സ്ക്വയർ ഷേപ്പുണ്ട്, അത് പൊന്നു തറയിട്ട് പൊട്ടിച്ചു ഗൈസ്. ഇത് പിന്നെ നമ്മൾ വെച്ചു. ഇപ്പോൾ ഒരു ലൈറ്റ്, എൻ്റെ മുഖം ഒന്ന് നിങ്ങൾക്ക് കാണാമല്ലോ. ഇപ്പം നിങ്ങൾ നോക്കി ഒരു ഇതില്ലല്ലോ. ഇതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്, അത് ഇതാണ് ഇഷ്ടപ്പെട്ടത്. എനിക്ക് എന്നാലും ഈ ഫേസാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. ഇത്ര അടുത്തോട്ട് വരുന്ന എനിക്കിഷ്ടമല്ല, ഇത്രയും അപ്പം നല്ലൊരു ഇത് കിട്ടും, നല്ല രസമാണ് വിചാരിക്കാം. നമുക്ക് വേണമെങ്കിൽ തന്നെ ഇതിനകത്ത് കിടന്ന് ഉറങ്ങാമല്ലോ. അപ്പം 2 കൊച്ചിന് ഇപ്പം നമ്മൾ റൂമിൽ പോയി, അവിടെ ഒരു ബെഡില്ല, നമുക്ക് ഒരാൾക്കും കൂടെ കിടക്കാനുള്ള ബെഡില്ല. നമുക്ക് ഇതിനകത്ത് കിടക്കാമല്ലോ. ഇത് ക്യാരി ചെയ്ത് കൊണ്ടുപോയാൽ ഇതിനകത്ത് കണ്ടല്ലേ നമുക്കൊരു എടുത്ത് വെച്ച്, സോറി, ഒരു തലാണയും കൂടെ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇവിടെ തന്നെ സൈഡിൽ ഇങ്ങോട്ട് ഇറങ്ങുകയും ചെയ്യാമല്ലോ. തറയിലോട്ട് ഈ ഒരു ടെൻറ്റ് അങ്ങോട്ട് എത്തിച്ചിട്ട് ഈ ഒരു മാറ്റും കൂടെ അതിന് തേച്ചിട്ട് അലാറം കൂടെ സെറ്റ് ചെയ്ത് എൻ്റെ കയ്യിലൊരു അലാറം കൂടെ സെറ്റ് ചെയ്ത് ലൈറ്റും കൂടെ ഇട്ടിട്ട് അങ്ങോട്ട് കിടക്കാം. എന്നിട്ട് എനിക്ക് ഉറക്കം വരുമ്പോൾ അമ്മ എന്നെ വന്ന് ലൈറ്റ് അങ്ങോട്ട് ഓഫ് ചെയ്തോളും. ഉറക്കം വരുമ്പോഴല്ല, ഉറങ്ങുമ്പോൾ. ഇങ്ങോട്ട് കിടന്നിറങ്ങി എന്ത് കുഴപ്പമാണ്, വെക്കട്ടെ ഇങ്ങോട്ടൊന്ന് വയ്ക്കാനാ. ഇങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. എന്ത് കുഴപ്പം, ഇനിയും കുഴപ്പമുണ്ടോ? ഒന്നും തോന്നിയില്ല കൈ, ഒരു കുഴപ്പവും തോന്നിയിട്ടില്ല ഇതിനകത്ത് കിടക്കാനായിട്ട്. ഇതിപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് എവിടെയെങ്കിലും ക്യാരി ചെയ്ത് കൊണ്ടുപോകാനായാലും എന്തിനായാലും ഇത് നല്ല യൂസ്ഫുൾ പ്രൊഡക്റ്റാണ്. ടെൻ്റ് ആയതുകൊണ്ട് തന്നെ എനിക്ക് ക്യാരി ചെയ്തും കൊണ്ടുപോകാനായിട്ട് പറ്റും. ഈ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ ചാർജ് തരും. എന്തെങ്കിലും അത്യാവശ്യത്തിനൊന്നും കാണൂല, കറണ്ടും കാണും പോയാൽ ഒന്ന് കത്തിച്ച് വെക്കാം. അമ്മ ഇതെടുക്കാം മീനു പറഞ്ഞു. അയ്യോ ചാർജ് ഇല്ലല്ലോ, ഇതാരാ ഇങ്ങനെ ആക്കിയേ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ നമുക്ക് ഇപ്പം നമ്മൾ ചുമ്മാ ചെയ്യുമല്ലേ, അപ്പം നമുക്കിത് കൊണ്ടങ്ങ് ഷോക്കേസ് വെക്കാം. നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങുകയും ചെയ്യും. ഇതിൻ്റെ അകത്ത് ഭയങ്കര ചൂടാണ്, അത്രയേ ഉള്ളൂ കുഴപ്പം, വേറെ ഒരു ഇതുമില്ല. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങാം ഗൈസ്. അയ്യോ അമ്മ, കുഞ്ഞ ആൾക്കാർക്കേ കിടക്കാൻ പറ്റൂ, അതിനുള്ളതേ ഉള്ളൂ ഇത്. വലിയ ആൾക്കാർക്ക് ഇപ്പം മീനൊന്നും കിടക്കാനൊന്നും പറ്റില്ല. കുഞ്ഞാൾക്കാർ, ഞാൻ പൊന്നു ഇത്രയൊക്കെ അങ്ങനെയൊക്കെ കിടക്കാനായിട്ട് പറ്റൂ. ഇതെടുത്തില്ല, ഷോക്കേസ് തുറന്നിട്ട് ഇതാക്കൊണ്ട് തിരിച്ച് വയ്ക്കാം. കഴിഞ്ഞിട്ട് വെക്കാം. ഷോക്കേസ് മൊത്തം ട്രോഫികൾ കൊണ്ട് നിറഞ്ഞേക്കുകയാണ് കേട്ടോ, ഫുൾ ഓഫ് ട്രോഫി. നിങ്ങൾക്ക് വേണമെങ്കിൽ കാണിച്ചു തരാം, കണ്ടോ, ഫുൾ ഓഫ് ട്രോഫീസ്. ഇവിടെ നിങ്ങൾക്കൊരു കാര്യം കണ്ടോ, ഇവിടെ മൊത്തത്തിൽ കുഴപ്പമില്ല. ഓക്കെ ഗൈസ്, നല്ല രസമാണ്. മീനിനെ ഒന്ന് കാണാം. അപ്പം ഗൈസ് നമുക്ക് മീനിനെ ഒന്ന് വിളിക്കാം ഗൈസ്. അപ്പോൾ ഗൈസ് മീനോട് പഠിക്കുവാണ് ഗൈസ്. ഓക്കെ ഗൈസ്, ഇത് മീനുവിൻ്റെ പിക്കി ബാഗാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ മീനുവിൻ്റെ പിക്കി ബാഗ്? എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതിൻ്റെ അകത്ത് പൈസകളുണ്ട് ഗൈസ്. നിങ്ങൾ പൈസയൊന്നും ഇല്ലെന്ന് വിചാരിക്കണ്ട. ഉണ്ട് കണ്ട പൈസകളുണ്ട്. എൻ്റെ വഞ്ചി നിങ്ങൾക്ക് കാണാം. പിക്കി ബാഗ് കാണാൻ ഞാൻ മെയിനായിട്ട് മീനുവിനെ തട്ടി ഉണർത്തിയത്. ഇനി എൻ്റെ റൂമിലേക്ക് പോയി ഞാൻ എൻ്റെ പിക്കി ബാഗ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഐ വിൽ ഷോ മൈ പിക്കി ബാഗ്. ഓക്കെ, ഇതാണ് എൻ്റെ പിക്കി ബാഗ്. ഞാൻ അത്രയ്ക്ക് ഡിസൈൻ ഒന്നുമല്ല വാങ്ങിച്ചത്. നിങ്ങൾക്ക് എൻ്റെ കയ്യിൽ കാണാൻ പറ്റുന്നില്ലേ? വായി
വൈ യു ഡോണ്ട് സീ മീ? നിങ്ങൾക്ക് എൻ്റേത് കാണാൻ പറ്റില്ലല്ലേ? എനിക്കും കാണാൻ പറ്റുന്നില്ല. മീനുൻ്റെ ആണെങ്കിൽ കാണാൻ പറ്റും ഗൈസ്. സോറി. പൊട്ടി എല്ലാം പൊട്ടി ചിക്കറിന് വീണൊക്കെ. പക്ഷേ കിഴക്കുന്നുണ്ടല്ലേ? പൈസയൊക്കെ ഉണ്ട് ഗൈസ്. പൈസ ഇല്ല എന്നാരും വിചാരിക്കാൻ. ഇവിടെ ഒന്ന് വൃത്തിയാക്കാം. ഇതെൻ്റെ റൂമായത് തന്നെ എനിക്കിത് വൃത്തികേടായിട്ട് കിടക്കാൻ ഇഷ്ടമല്ല. ഈ തോർത്ത് എന്തിനാണ് ഇവിടെ വെച്ചേക്കുന്നതെന്ന് അറിഞ്ഞൂടെ? വെറുതെ വെച്ചേക്കുന്നു. നമുക്ക് ആദ്യം തന്നെ ഈ തോർത്തൊക്കെയാണ് ഇങ്ങോട്ട് ഓക്കെ ഗൈസ്, ഞാനങ്ങനെ അടച്ചു. ഇനി ഈ തുണികളെല്ലാം കൂടെ ഒന്ന് ഇങ്ങോട്ട് നേരെ ഒന്ന് എടുത്തു വെക്കാം. ചേച്ചിയുടെ ബാഗും കൂടെ എടുത്ത് ഒതുക്കി തറയിലോട്ട് എടുത്തോട്ട് വെക്കാം. ഗൈസ്, ഈ ഒരു ഭാഗത്തേക്ക് ഒരു സ്ഥലം ഉണ്ടല്ലോ ബാഗ് വെക്കാൻ. നമ്മൾ ഈ ഒരു ഭാഗത്തേക്കാണ് ബാഗ് വെക്കുന്നത്. എന്നിട്ട് ഇതും കൂടെ ഇങ്ങോട്ട് വെച്ച് കഴിയുമ്പം നമ്മുടെ തീർന്നു. ഇനി നമുക്ക് ഇത് ചെയ്തിട്ട് ഇതിടാം ഗൈസ്. നല്ല രസമാണ്. എന്നിട്ട് അങ്ങോട്ട് ഓർമ്മ എന്ത് രസമായി. എനിക്ക് ഓരോരുത്തരുടെയും പേര് തരാം. റോസി, ടിൻസി, പ്രിൻസി, പിങ്കി. ഇഷ്ടപ്പെട്ടോ ഗൈസ്? എനിക്കെന്തായാലും ഇഷ്ടപ്പെട്ടു. ഇവൻ്റെ പേര് റോസി, പ്രിൻസി, സോറി പിങ്കി, പ്രിൻസി, ടിൻസി. ഈ ടിൻസി, സോറി ഗൈസ്, ഇവൻ്റെ കയ്യിലൊരു ലവ് ഉണ്ടായിരുന്നു. അത് ഞാനിങ്ങനെ കുഷ്യനായിട്ട് മോഷ്ടിച്ചെടുത്തു, വെട്ടി ഇങ്ങെടുത്തു ഗൈസ്. അതുപോലെ തന്നെ ഈ ഒരു കുഞ്ഞത് കണ്ട ഇവൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു. ഞാനത് ശരീരത്തൊരു കുഷ്യനായിട്ട്. ഇനി ഒരാളുടെയും കൂടെ വാങ്ങിക്കാനേ ഉള്ളൂ. ഇവൻ്റെ ടൈയൊന്നും എനിക്ക് വേണ്ട, അത് അവിടെ കിടക്കട്ടെ. ഞങ്ങളുടെ ഒരു ഹാപ്പി വിഷസ് കണ്ട ഒരു വലിയ സ്ഥലമാണ് ആ കുഷ്യൻ. എനിക്ക് കുറേ ദിവസം കൊണ്ട് കണ്ണ് വെക്കുകയാണ്. എന്തായാലും ഇന്ന് കട്ടിക്കാനൊന്നും പോകുന്നില്ല. അത് അതിനകത്ത് കിടക്കുന്നതാണോ നല്ലതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കയറി ഒന്ന് ഇരിക്കാം. ഇവിടെ കയ്യിൻ്റെ മണ്ടയിൽ ഒന്ന് കയറിയിരിക്കാം ഗൈസ്. ഐ വിൽ ഷോ യു ഹൗ ഐ സിറ്റ്. ഞാൻ എങ്ങനെ ഇരിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഗൈസ്. ഞാൻ എങ്ങനെ എപ്പോഴും ഇങ്ങനെയാണ് ഇരിക്കുന്നത്. കണ്ട റോസ് ഇങ്ങനെ പിടിഞ്ഞിരിക്കുന്നുണ്ട്. കണ്ട ലവിൻ്റെ ഇതിൻ്റെ കീഴിൽ കയറിയായിരിക്കും. ഞാൻ ദൂരെ കാണിച്ചു തരാം നിങ്ങൾക്ക്. ഭയങ്കര പാടാണ്. ഇന്ത്യയൊക്കെ കൊള്ളമായി. വലിയ പാവയാ ഗൈസ്, വലിയ പാവ. നല്ല രസവുമാണ് എടുത്തിരിക്കാനായിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഇവൻ്റെ ഒരു സാധനം എന്നാലും അല്ലെങ്കിൽ ഞാൻ ഈ ഇടയ്ക്ക് കയറി ഇരിക്കും ഇതിൻ്റെ. ഞാൻ വിചാരിച്ചു എന്നാൽ അവൻ്റെ കൂടെ ഉണ്ടാകും. പക്ഷേ എനിക്കിത് ഏറ്റവും ഇഷ്ടപ്പെട്ട കുഷ്യൻ ദിസ് വൺ. അതാണെന്ന് വെച്ചാൽ നല്ല ക്യൂട്ടായിട്ടുണ്ട്. പക്ഷെ ഇത് ചെറുതാണ്, വലുതാണ്. ഇത് ക്യൂട്ടല്ല. നല്ല മറ്റേ നല്ല ക്യൂട്ടായിട്ട് ഡിസൈനൊക്കെ കൊടുത്ത് ഒരു കുഞ്ഞതായാലും അതിനെ നല്ല ക്യൂട്ടായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ വലിയത് കുഞ്ഞത് ഇതിൻ്റെയാണ്. എനിക്ക് റെഡാണ് പക്ഷെ അതുകൊണ്ട് ഞാൻ ഇതിനെയാണ് എടുത്തത്. ഏറ്റവും കൂടുതൽ ഇതിൽ രണ്ടിലെ ഏറ്റവും ഇഷ്ടം ഇതിനെയാണ് ഗൈസ്. വാട്ട് വിൽ വി ഡു? രണ്ട് പൊടിയിരിക്കുന്ന എപ്പോഴാണ് കണ്ടത്? എൻ്റെ കുറച്ചെന്ന് എനിക്കറിഞ്ഞൂടാ. ഓക്കെ ഗൈസ്, പോയോ? അത് ഒട്ടിപ്പിടിച്ചിരിക്കുകയാണ് ഗൈസ്. പോകുന്നില്ല കണ്ടോ? എപ്പോഴും അവിടെ തന്നെ. ഞാൻ ഇങ്ങനെ ഞാൻ ഇപ്പോൾ എങ്ങനെയാണ് കിടക്കുന്നതെന്ന് നിങ്ങൾക്കൊരു ഊഹം കാണിച്ചിട്ടുണ്ടായി. ഇങ്ങനൊരു പാവയുണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് കിടക്കുന്നത്. ഇപ്പം എനിക്ക് ഇഷ്ടമാണ് ഇങ്ങനെ. അമ്മ ആണെങ്കിൽ നീ ഇങ്ങനെ മേക്കട്ടെ എന്നിട്ട് ഞാൻ ഇങ്ങനെ കാലും അങ്ങനെയാണ് ഞാൻ എപ്പോഴും കിടക്കാറുള്ളത്. നിങ്ങൾ അങ്ങനത്തെ രീതിയിലാണോ കിടക്കുക? ഞാൻ അങ്ങനെയാണ് കേട്ടോ കിടക്കുക. കണ്ടോ ഒരുപാട്
റോസി ആണെങ്കിൽ നന്നായിട്ട് കാല് വെക്കാൻ പറ്റും. അല്ലേ എനിക്ക് നന്നായിട്ട് കാല് അങ്ങോട്ട് വെക്കാൻ പറ്റും. ഇവൻ്റെ ഒരു റെഡ് കളർ എനിക്ക് ഇഷ്ടമാണ്. ഞാനിങ്ങനെ ചെയ്ത് കുളിക്കാനായിട്ട് പോവാണ്. നല്ല രസവുമാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം ഇനി തൊട്ട് അടുത്തൊരു വിശേഷമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പിന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പം അടുത്തൊരു വിശേഷമായിട്ട് വരുന്നവിടെ വീണ്ടും ബൈ ബൈ.